എന്തോ നാട് ഇത്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ രേണു സുധി ഇത് ലോകത്തിലാൾ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുന്നത് രേണു സുധിക്കെതിരെയാണ്. അതായത് രേണു സുധി 2 ദിവസം മുമ്പ് പ്രഖ്യാപിക്കുകയാണ്, ഇനി മുതൽ എന്നെ കാണണമെങ്കിൽ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണമെന്ന്. അതിൽ രേണു സുധി നല്ല പൈസ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് രേണു സുധി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല. അവർ പൈസ ഉണ്ടാക്കുന്നതിനോടോ അല്ലെങ്കിൽ അവർ അഭിനയിക്കുന്നതിനോടോ അവരുടെ റീൽസിനോടോ നമുക്കൊരു കുഴപ്പവുമില്ല. പക്ഷേങ്കിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് അവർ അഭിനയിക്കുമ്പോഴുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മഞ്ജു പത്രോസിനെ പോലുള്ള സ്ത്രീകൾ പറയും, നിങ്ങൾ കേട്ടതല്ലേ, മഞ്ജു പത്രോസൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഇങ്ങനെ പറയുക, ഓരോരുത്തർ ക്യാമറയും കൊണ്ട് വരുമ്പോൾ എൻ്റെ വട ചെറുതാണ്, എൻ്റെ വട വലുതാണ്, എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മുഖം അടച്ചിട്ട് അവനൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വരെ ഇവിടെ എല്ലാവരും കൈയടിച്ചേനെ. അതിന് പകരമായിട്ട് എന്താ ചെയ്യുന്നത് അറിയാം, എൻ്റെ വട, ഓൻ്റെ വട, ഓള വട, ഇവൻ്റെ വട. അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും വടകളെ പറ്റിയിട്ടുള്ള പ്രശ്നമാണ്. വട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതൊക്കെ ചോദിക്കുന്നതും പറയുന്നതും എല്ലാം ഡബിൾ മീനിങ്ങിലാണ് ഇപ്പോഴേ. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോഴും 2 ദിവസം മുമ്പ് കണ്ട് ഒരുത്താൻ പറയുന്നത് കേട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്. എന്താ സംഭവം, മറ്റേ സോഷ്യൽ മീഡിയയിൽ നിന്ന് സുധീനെ മാറ്റണം, സുധീൻ്റെ ഫോട്ടോ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രശ്നം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലാതെ വേഗം പോയിട്ടെങ്കിൽ കിട്ടിയാൽ പോരെ. എന്നാൽ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇവർക്കൊക്കെ മറുപടി കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇനിയിപ്പോൾ മറുപടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. പക്ഷേ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രേണു സുധിക്ക് വേണ്ടത് ഫെയിമാണ്. അതായത് അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും രേണു സുധിക്ക് വേണ്ടത് ഫെയിമാണ്. അല്ലാതെ നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ രേണു സുധി ആരും ജീവിക്കാണ്ടോ വിടാണ്ടോ ഇല്ലെങ്കിൽ രേണു സുധി ജീവിക്കണ്ട ഒന്നും ആരും പറയുന്നില്ല. പക്ഷെ അവർക്ക് വേണ്ടതും എന്താണ്, ഫെയിമാണ്. അതിന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്, അവരുടെ വ്യക്തിത്വം തന്നെയാണ് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ പണയം വെക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് കൊല്ലസുധി എന്ന് പറയുന്നവൻ നമുക്കെല്ലാവർക്കും അറിയാം, ജീവിച്ചിരിക്കുമ്പോൾ ഇവരൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഒരു സീരിയലിൽ കണ്ടിട്ടില്ല, ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കൃത്യമായ ഗൈഡൻസ് എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേമസ് ആകാം, ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഫേമസ് ആകാൻ കഴിയുള്ളൂ. എന്തോ ഭാഗ്യത്തിനാണ് ഇവർ പലരും ചെയ്യുന്നത് പോലെ ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഇവർ അങ്ങനെ ചെയ്തിട്ടെങ്കിലും പൈസ ഉണ്ടാക്കിയേനെ. അത് എനിക്ക് പറയാനുള്ളൂ. അതായത് വളരെയധികം മോശം തന്നെയാണ് ഇത് കാണിക്കുന്നത്. എന്തിനിങ്ങനെ കാണിക്കുന്നത്? റീല് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇടിയുണ്ട്. ഇപ്പോൾ രേണുവിനാണെങ്കിൽ ഒരുപാട് ആരാധകരുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ രേണുവിന് ഒരുപാട് ആരാധകരുണ്ട്. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അഹാന കൃഷ്ണയെ കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ കടത്തി വെട്ടിയിട്ടുള്ള പരിപാടിയാണ്. അതായത് അഹാന കൃഷ്ണയ്ക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളതിനെക്കാട്ടി ഫോളോവേഴ്സ് ഇപ്പോഴേ രേണു സുധിക്കുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിക്ക് ഇപ്പോൾ ഒരു നല്ലൊരു കാലം തന്നെയാണ്. ഈ ഒരു കാലത്തിലെങ്കിലും അവരിത് നല്ല രീതിയിൽ ഉപയോഗിക്കാതെ വളരെ മോശമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ആ ചെക്കൻ തന്നെ ഉണ്ടല്ലോ, അതായത് മകൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ അട്ടിയിട്ടങ്ങ് പോവാടുന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഓരോരുത്തന്മാർ ചോദിക്കുമ്പോഴും ഓരോ ഫോട്ടോയിലും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത് എന്ന ഇതിനടുക്ക് പറയുന്നൊരു വാക്കാണ്, എൻ്റെ ശരീരം തമന്നേൻ്റെ ശരീരം ഒന്നാണെന്ന് പറഞ്ഞിട്ട് 3-4 ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്നത് ഇട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാറുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയില്ല. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നതെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ഇവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നവരാണ്. അതായത് മറ്റുള്ളവർക്കെന്ന് പറഞ്ഞാൽ ഇവൻ്റെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ എന്ന് പറഞ്ഞ് കുറച്ച് പൈസ കിട്ടുമായിരുന്നു. ഇതല്ലല്ലോ സ്ഥിതി. ഇതെന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും പോയിട്ട് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നു, അതൊക്കെ എല്ലാവരും എടുത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നു, പിന്നീട് എന്തൊക്കെയോ പറഞ്ഞ് പിന്നീട് വരുന്നു, അതും വീണ്ടും അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നു. അതായത് ഇപ്പോഴെന്ന് പറഞ്ഞ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജിലേക്കാണ് രേണു സുധി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് രേണു സുധിക്ക് തന്നെ ഒരു ഭയങ്കരമായ നഷ്ടം തന്നെയാണ്. ഇപ്പോഴവർ പറയുന്ന അവർക്ക് എന്തൊക്കെയോ മോഹങ്ങളുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഈ മോഹങ്ങളെല്ലാം നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവരുടെ പിന്നിൽ, അതായത് ആദ്യം മുതൽ വീട് വേണ്ട എന്ന് പറയുന്ന മുതൽ ഇവരുടെ പിന്നിൽ ശക്തമായ ആൾക്കാരുണ്ട്. അതായത് എല്ലാ സഹായ സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവരെ സഹായിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ ഇവരുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ. അല്ലാതെ ഇവരാരുമില്ലാതെ പിന്നെന്താ പറയേണ്ടത്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആരുമില്ല, എനിക്കെല്ലാം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിക്കാനിടെ എന്തോരം നല്ല ജോലികളുണ്ട്. ആൾക്കാർ അരിവണിച്ച് ജീവിക്കാനാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ജോലികളില്ലേ. ആ ജോലികളിൽ പോലും ഒരാൾ ആ ജോലി ചെയ്തിട്ട് ജീവിച്ചൂടെ? അതുപോലും ചെയ്യാതെ ഇതുപോലെ ജീവിക്കണം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും ഇതൊക്കെ വലിയ മോശമാണോടോ? മോശം തന്നെയാണ്. അതായത് വടേനെ പറ്റി പറയൽ, തമന്നേൻ്റെ രൂപം നോക്ക്, എൻ്റെ രൂപം നോക്ക്, എന്തോന്നാണ് ഇത് കാണിച്ചു കൂട്ടുന്നത്? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഈ മലയാളികളെ പരീക്ഷിക്കലാന്നേ ഞാൻ പറയുള്ളൂ.
സപ്പോർട്ട് ചെയ്യുന്നവരെ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഇതന്നെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രേണുസുതിക്ക് ശരിയാണ്, പൈസയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ആയിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള സമ്പാദ്യങ്ങളുണ്ട്, നല്ല പൈസ വരുന്നുണ്ട്. ഓരോ റീലിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ റീൽ എടുക്കാൻ വരുന്നവനൊന്നും പൈസേൻ്റെ ആവശ്യമില്ല. അവനൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഫെയിം ആകണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, രേണുവിനെ ഉപയോഗിക്കുന്നത്, അത്രയേ ഉള്ളൂ. അതായത് അവൻ്റെ ഫേമസിന് വേണ്ടിയിട്ട് രേണുവിൻ്റെ വ്യക്തിത്വമാണ് അവിടെ അടിയറ വെക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തിനിങ്ങനെ വ്യക്തിത്വം അടിയറ വെച്ചിട്ട്, അതായത് മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ കഥാപാത്രമായിട്ട് എന്തിനീ പൈസ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാ ഇത്രയും പാട് പൈസ? ഇങ്ങനെ മറ്റുള്ളവരുടെ കൂടെ ജീവിച്ച് ഈ പരിഹാസ്യമായിട്ട് വളരെ ഇതായിട്ട് അവരൊക്കെ പല ബായിക്ക് വന്നത് പറഞ്ഞ് ഇതൊക്കെ എന്ന് പറഞ്ഞ് അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് ഒരു സ്ത്രീയോട് ആരെങ്കിലും പോയി ചോദിക്കോളോ? നിങ്ങളൊന്ന് പറ, ഏതെങ്കിലും ഒരു സ്ത്രീയോട് ചേച്ചി വട കഴിച്ചോ, അയ്യോ എൻ്റെ വട കാണുന്നുണ്ടോ നോക്കട്ടെ, ഇങ്ങനെ ആരെങ്കിലും പറയോ? നിങ്ങൾ തന്നെ ഒന്ന് പറ. ഒരാൾ പോലും പറയില്ല. പക്ഷെ ഇവരതും പറയും, ഇതിനപ്പുറവും പറയും. കാരണം എന്താ, ഇവർക്ക് എന്നും എമ്മും ഇല്ല. അതാണ് ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നും എമ്മെന്ന് പറഞ്ഞാൽ നാണോ മാനോ ഇത് തന്നെയാണ് നടന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അവർക്ക് മര്യാദയ്ക്ക് അതിൻ്റെ മറുപടി പറഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രേണുസുധീൻ്റെ വീഡിയോ ആണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത് ഞാനിങ്ങനെ തിരിഞ്ഞ് നിന്ന് നോക്കുമ്പോഴേക്കും വേറെ വീഡിയോ വന്നിട്ടുണ്ടാകും. അതിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ മറ്റുള്ളവനെ തെറി പറഞ്ഞുകൊണ്ടോ അപ്പോഴേക്കും തോന്നും അവൻ വേറൊരു വീഡിയോ ഇടും. അങ്ങനെ ഇവർ തമ്മിലെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. എല്ലാ വിധവകളും ഇങ്ങനെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ഇവർ വിധവകളെ തന്നെ ഇപ്പോഴും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇവരിപ്പോഴും സംസാരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇങ്ങനെയാണോ വിധവകൾ? എത്ര അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്, എത്ര അന്തസ്സായിട്ട് എന്നാൽ ജോലി ചെയ്ത് മക്കളെ വളർത്തി അങ്ങനെ ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? ഇവർക്ക് കഴിവുണ്ട്, ശരിയാണ്, ഇവർക്ക് ഡാൻസ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ആൾക്കാരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നാലാളെന്നെ തെറി പറയണം. തെറി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിനെന്തെങ്കിലും ഒരു മെച്ചമുള്ളൂ എന്ന് കരുതിയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സുധി മരിച്ചപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കരച്ചിലും വീഴ്ചലും ഇതൊക്കെ കേട്ടിട്ട് ഞാൻ വിചാരിച്ചപ്പോൾ ഭഗവാനെ, ഇവർ ഇത്രയും വലിയ സ്നേഹം, ഈ സ്ത്രീ എങ്ങനെയാണ് ഇനി ജീവിക്കേണ്ടത്, അതായത് സുധി ഇല്ലാതെ ഇവരെങ്ങനെയാണ് ഇനി ജീവിക്കേണ്ടതെന്നൊക്കെ കരുതിയിട്ട് പിന്നെ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 മാസം എന്ന് പറഞ്ഞാൽ ഇവർ ആ ഒരു ഇതിൽ തന്നെയായിരുന്നു. അപ്പോഴേ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ വന്ന ഇതൊക്കെ നോക്കുമ്പോഴേ അന്ന് കാണിച്ചത് അഭിനയമായിരുന്നോ എന്നുപോലും നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അതായത് ഇത്രയും ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിച്ച് ആ മനുഷ്യനെ പറയിക്കാതെയല്ലേ പിന്നീട് നോക്കുക. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് തെറി കേൾക്കുന്ന സുധീനെ ഞാൻ പറയുള്ളൂ. കാരണം സുധിയെയാണ് എല്ലാവരും പറയുന്നത്. അതായത് കൊല്ലസുധീൻ്റെ ഭാര്യ എന്നല്ലേ പറയുന്നത്. അപ്പം ചില ആൾക്കാർ രേണു പി തങ്കച്ചൻ, രേഷ്മ പി തങ്കച്ചൻ ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കൊല്ലസുധീൻ്റെ പേര് തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഇവരൊക്കെ അറിയപ്പെടാൻ പോകുന്നത് ഇങ്ങനെയാണ്, അല്ലാതെ വേറൊരു ഇതിലൊന്നും അല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മനുഷ്യനെ നാണം കെടുത്താതെ വളരെ നല്ല രീതിയിൽ വേറെ കല്യാണം കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ വലുത് പോകുന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഛർദ്ദിക്കാണ്ടിരുന്നാൽ മതി. നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണേ. ബൈ ബൈ.